നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും ദിവ്യാസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വിഷയത്തിലാണ് ക്ലാസ് തരുന്നത്. ആ ക്ലാസ് 10ാം ക്ലാസ് ICSE ബോർഡ് എക്സാമിനേഷന് മലയാളം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. മലയാളം ഒരുപക്ഷെ എല്ലാവർക്കും ഭയങ്കര പ്രയാസം തോന്നുന്ന ഒന്നായിട്ടാണ് പലപ്പോഴും കുട്ടികൾ പറഞ്ഞു വരുന്നത്, പ്രത്യേകിച്ച് ICSEക്കാർ. പക്ഷേ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ രക്ഷകർത്താക്കളോട് സംസാരിക്കുന്നതും സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഈ ഭാഷ കണ്ടാൽ മതി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നൊരു തോന്നലേ വേണ്ട. ഭയങ്കര രസകരമായി പഠിക്കാവുന്ന കുറേ തമാശകളോടെ, പാട്ടുകളോടെ, കഥകളോടെ ഒക്കെ പഠിക്കാവുന്ന ഒരു സാധനമാണ് മലയാളം. വളരെ വളരെ സിമ്പിളായ ഒരു ഭാഷ. പക്ഷെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയോടുകൂടി ഇരിക്കരുത് എന്ന് മാത്രം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഈ ദിവ്യാസ് ലേണിംഗ് അക്കാഡമി നിങ്ങൾക്ക് ഈ വർഷം തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അധ്യായം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കാളിയമർദ്ദനം എന്ന് പറയുന്ന അധ്യായമാണ്. കാളിയമർദ്ദനം നിങ്ങൾക്കറിയാം, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ അറിയാത്തവരായിട്ട് ഏതു മതത്തിൽപ്പെട്ട കുട്ടികൾക്കും ശ്രീകൃഷ്ണൻ നന്നായിട്ട് അറിയാം. ശ്രീകൃഷ്ണൻ തൻ്റെ ബാല്യകാലത്ത് കാളിന്തിയുടെ തീരത്ത് യാദവ വംശത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കാളിന്തി എന്ന് പറയുന്ന നദിയിൽ അദ്ദേഹത്തിൻ്റെ ഗോപാലകന്മാരോടുകൂടി, പശുക്കളെ സംരക്ഷിക്കുന്ന ഗോപാലകന്മാരോടുകൂടി ഇങ്ങനെ കളിച്ചു നടക്കുന്ന കാലത്ത് ആ നദിയിലിറങ്ങി വെള്ളം കുടിച്ച പശുക്കളും മനുഷ്യരും ഒക്കെ വിഷബാധയേറ്റ് മരിച്ചു വീഴുന്നത് അദ്ദേഹത്തിന് കാണാനും അവരുടെ കരച്ചിൽ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി? കാളിയൻ എന്ന് പറയുന്ന ഉഗ്രവിഷമുള്ളൊരു സർപ്പം എവിടെ നിന്നോ വന്ന് കാളിന്തി നദിയുടെ പരിശുദ്ധമായ വെള്ളത്തെ വിഷലിപ്തമാക്കി. ആ വെള്ളം കുടിക്കാതെ ഗ്രാമവാസികൾക്ക് ജീവിക്കാനേ കഴിയുമായിരുന്നില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം സ്വന്തം റിസ്കിൽ, കുട്ടിയാണെന്ന് ഓർക്കണം, പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയൊന്നും കൃഷ്ണന് അക്കാലത്ത് കണ്ടിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ അവരോടൊപ്പം സുന്ദരനായി കളിച്ചു നടക്കുന്ന കുട്ടി, പീലിത്തിരുമുടിയൊക്കെ വെച്ച സുന്ദരനായ കുട്ടി. ആ കുട്ടി എന്ത് ചെയ്തു? ഈ കാളിയൻ എന്ന് പറയുന്ന സർപ്പത്തെ ആരും പറയാതെ നേരിട്ട് ചെന്ന് കാളിയനോട് ഏറ്റുമുട്ടുകയാണ്. കാളിയൻ്റെ ശിരസിൽ ചാടി വീണ കൃഷ്ണൻ വളരെ നേരം കാളിയനെ ശിരസിൽ തൻ്റെ കുഞ്ഞു പാദങ്ങൾ കൊണ്ട് മർദ്ദിക്കുകയും, മർദ്ദനം കൊണ്ട് അവശനായ കാളിയൻ രക്തം ഛർദ്ദിച്ച് കൃഷ്ണനോട് ക്ഷമ പറഞ്ഞ് കാളിന്തി നദിയിൽ നിന്നും പലായനം ചെയ്തതായിട്ടാണ് കഥ. അപ്പോൾ ആ കഥയെ അധികരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനൊരു പാഠമുണ്ട്. ആ പാഠം കാളിയമർദ്ദനമെന്നാണ്. അത് എഴുതിയത് വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനായ ജോർജ് വർഗീസ് കാക്കനാടനാണ്. അദ്ദേഹം ജനിച്ചത് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ജനിച്ച അദ്ദേഹം തൻ്റെ 2011 ഒക്ടോബർ മാസം വരെ എന്തു ചെയ്തു? ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ജോർജ് വർഗീസ് കാക്കനാടൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായ രാജൻ കാക്കനാടനും പ്രശസ്തനായ എഴുത്തുകാരനും ചിത്രകാരനും ഒക്കെയാണ്. അദ്ദേഹം കാളിയമർദ്ദനം എന്ന് പറയുന്ന കൃതിയെ അധികരിച്ച്, അല്ലെങ്കിൽ ആ ഒരു മിത്തിനെ അധികരിച്ച് എഴുതിയ ഒരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1935 ജനിക്കുകയും 2011 അസ്തമിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ 1980 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, 80 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, 84 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, വിശ്വദീപ്തി പുരസ്കാരം, അതുപോലെ ബാലാമണിയമ്മ പുരസ്കാരം ഒക്കെ അടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ആധുനികതയുടെ എഴുത്തുകാരൻ എന്നാണ് പറയുക. ആധുനികത എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ പ്രവണത, കഥ എഴുതുന്ന ശൈലിയിൽ വരുന്ന വ്യത്യാസത്തിനെയാണ്
പഴമയുടെ എഴുത്ത് അല്ലെങ്കിൽ പഴയ ആളുകളുടെ രചനാശൈലി എന്നൊക്കെ പറയുന്നത്. പഴയ ആൾക്കാർ കഥ എഴുതുന്ന ഇപ്പോൾ തകഴിയൊക്കെ എഴുതുന്ന ആ ശൈലിക്ക് മുൻപ് എഴുതിയിരുന്ന കേശവദേവനെ പോലുള്ള എഴുത്തുകാരുടെ ശൈലിയല്ല കാക്കനാടൻ പോലുള്ള ആൾക്കാർ തുടർന്ന് വന്നത്. അദ്ദേഹം നാസ്തികതയുടെ എഴുത്തുകാരൻ എന്നാണ് പറയുക. എന്താ നാസ്തികത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവിലേക്ക് നോക്കി കഥ എഴുതുന്ന സമ്പ്രദായത്തിനെയാണ്, ആത്മാവിനെ കുറച്ച് മനുഷ്യശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എഴുതുന്ന ശൈലിയാണ് നാസ്തികത എന്ന് പറയുക. അപ്പോൾ അങ്ങനെ എഴുതിയ കഥാകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് വർഗീസ് കാക്കനാടൻ. ജോർജ് വർഗീസ് കാക്കനാടന് ഈ കഥ എഴുതാൻ തോന്നിയ ചേതോവികാരം മനുഷ്യശക്തിയിലും മനുഷ്യബലത്തിലും മനുഷ്യ സംഘബോധത്തിലും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശക്തി കൊണ്ട് എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാമെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കഥയുടെ മൂല്യം ഇത്രയേ ഉള്ളൂ. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, മനുഷ്യശക്തിയുടെ മൂല്യം. അതാണ് ഈ കഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, കഥയ്ക്കപ്പുറമുള്ള കഥ എന്ന് പറയുന്നത്. കഥയിലൊരു കഥയുണ്ടല്ലോ, എല്ലാ കഥയിലും കഥയുണ്ട്. ആ കഥ ഇങ്ങനെയായിരുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നത് കുറുവാച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും സംഘവും പുഴയിൽ മീൻ പിടിക്കാൻ പോയി. ആ സമയത്ത് ഒരു കറവ പശുവിൻ്റെ ജഡം പുഴയിൽ ചത്തു കിടക്കുന്നതായിട്ട് കണ്ടു. അതിൻ്റെ ശരീരം മുഴുവൻ നീലിച്ച നിറമായിരുന്നു. ആ വാർത്ത കേട്ട് ഗ്രാമവാസികൾ ഒന്നടങ്കം ഭയന്നു. അവർ ഓടി എല്ലായിടത്തും ഈ വാർത്ത എത്തിച്ചു. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു, ഭയന്നു, സങ്കടപ്പെട്ടു, എന്തു ചെയ്യുമെന്നറിയില്ല. അപ്പോൾ അവർ ഗ്രാമമുഖ്യനെ വിവരം അറിയിച്ചു. ആ ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഗ്രാമമുഖ്യനാണ്. ഗ്രാമമുഖ്യൻ തൻ്റെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. എല്ലാവരും ഉത്കണ്ഠാകുലരായ ഗ്രാമമുഖ്യൻ്റെ മുമ്പിലിരുന്നു. അദ്ദേഹം അവരോട് ഇപ്രകാരത്തിൽ പറഞ്ഞു, നമുക്ക് ഇതിനൊരു പരിഹാരമുണ്ട്. കാരണം ഇത് ഏതോ ഒരു വിഷജന്തുവാണ്. ജ്ഞാനിയായ അദ്ദേഹം പറഞ്ഞു ഏതോ ഒരു വിഷജന്തുവാണ്. മൗനിസ്വാമിയെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു വിഷജന്തുക്കളുടെ ഏതോ ആക്രമണമാണ് ഈ മൃഗത്തിന് അപായം സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൂടി കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാനോട് പ്രാർത്ഥിക്കാം, വഴിപാടുകൾ നടത്താം. അങ്ങനെ ആ വഴിപാടുകൾ നടത്തി പ്രാർത്ഥനകൾ നടത്തിയതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ശവങ്ങളുടെ എണ്ണം കൂടി. അവിടെ പൂച്ചകൾ ചത്തു, മറ്റു പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചത്തടിയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ വീണ്ടും അവർ സംഘം ചേർന്നു. അപ്പോഴാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ മൗനിസ്വാമി സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ചെയ്യാനൊരു കാര്യമുള്ളൂ. ആ കാര്യം ഇതാണ്. നമുക്ക് ഈ പ്രദേശത്ത് കാളിയൻ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം നമ്മുടെ മന്ത്രതന്ത്ര വിദ്യകളിൽ അതുല്യ ശക്തിശാലിയാണ്. അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ടുവരാം. അവിടുന്ന് അദ്ദേഹം വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പരിഹാരം കിട്ടും. എന്താ പരിഹാരം? അദ്ദേഹം മന്ത്രതന്ത്ര ശക്തികൾ കൊണ്ട് ഈ പുഴയിൽ ഒളിച്ചിരിക്കുന്ന ദുഷ്ടജന്തുവിനെ ഓടിച്ചു വിടും. അങ്ങനെ അദ്ദേഹം വന്നു, പ്രാർത്ഥനകൾ മന്ത്രങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. ആ ദിവസങ്ങൾ കൂടിയപ്പോൾ എന്തു പറ്റിയെന്നറിയാവോ? ആൾക്കാർക്ക് ഈ മന്ത്രവാദിയിലുള്ള വിശ്വാസം ഇല്ലാതെയായി. പുലയർ സമുദായത്തിലെ ഒരു മന്ത്രവാദിയായിരുന്നു കാളിയൻ. അദ്ദേഹത്തിൻ്റെ മന്ത്രവിദ്യകളുടെ അവസാനം കുറേ ധനവും മോഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് പലായനം ചെയ്തു. അപ്പോൾ പലായനം ചെയ്ത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് മോഷ്ടിക്കാനുള്ള ഒരു വഴിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ മോഷ്ടിക്കുക എന്നൊരു വിദ്യ മനസ്സിലുണ്ടായിരുന്ന ആൾ പോയതോടുകൂടി ആളുകൾ നിരാശരായി. എല്ലാവരും വീണ്ടും കൂടിച്ചേർന്നു. അപ്പോൾ എല്ലാവരും സംസാരിക്കാതിരുന്നപ്പോൾ ഗ്രാമമുഖ്യൻ വീണ്ടും പറഞ്ഞു തുടങ്ങി, ഒറ്റ കാര്യമുള്ളൂ, ഇനി നമുക്ക് കായബലം കൊണ്ട് ഇതിന് നേരിടാം. കള്ളിയങ്കാട്ടിൽ കുറച്ച് പറയന്മാരുണ്ട്. അവർ വീരശൂര പരാക്രമികളാണ്. അവരെ കൊണ്ടുവന്ന് നമുക്ക് ഈ ദുഷ്ടജന്തുവിനെ ആക്രമിച്ച് ഇവിടെ നിന്ന് ഓടിക്കാം. അങ്ങനെ പറയന്മാർ വന്നു. അവർ സംഘം ചേർന്ന് പുഴയിലേക്ക് പോയി. അവർ രാത്രിയും പകലുമെല്ലാം കുറേ കഷ്ടപ്പെട്ട് അരിച്ച് ഗുണിച്ച് നോക്കിയിട്ടും ഒന്നും ഈ ദുഷ്ടജന്തുവിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. എന്നു മാത്രമല്ല, ഒരു പ്രഭാതത്തിൽ ഒരു പറയൻ്റെ ജഡം പുഴയിൽ പൊങ്ങുകയും ബാക്കി ധനധാന്യാദികൾ മോഷ്ടിച്ചുകൊണ്ട് ഈ പറയന്മാരെ വിളിക്കാൻ നിർദ്ദേശിച്ച ഒരു സ്വാമിയുണ്ട് അവിടെ. ആ സ്വാമിയെ കൂടെ കൂട്ടിക്കൊണ്ട് ഇവർ
ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു പോയി. ആ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ദുഃഖിതരായി. കാരണം വെച്ചാൽ എന്താ, ഇനി ആരോടാണ് പറയുക? ഗ്രാമമുഖ്യൻ ദുഃഖിതരായി, ജനങ്ങൾ ദുഃഖിതരായി. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഗ്രാമമുഖ്യൻ അവരോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ കർമ്മമേഖലകളിലൊക്കെ വ്യാപരിക്കൂ, നിങ്ങൾ എന്ത് ചെയ്യൂ, ദേവനെ പ്രസാദിപ്പിക്കാൻ വഴിപാടുകൾ നടത്തൂ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? തീർച്ചയായും ഒരു ഫലം കിട്ടും. അതുകൊണ്ട് കിട്ടിയില്ല. മാത്രമല്ല, യുദ്ധം ചെയ്യാൻ അറിയുന്ന പറയരെ കൊണ്ടുവന്നിട്ടും ആ ഒരു ഗുണമുണ്ടായില്ല. അവരും മോഷ്ടിച്ചിട്ട് പോയി. എല്ലാവരും ഗ്രാമമുഖ്യനെതിരായി. ഇനിയിപ്പോൾ ജ്ഞാനികൾ പറയുന്നത് കേൾക്കണ്ട എന്ന ഒരു അവസ്ഥ ആ ഗ്രാമത്തിൽ സംജാതമായി. പക്ഷേ ഗ്രാമമുഖ്യൻ ദുഃഖിതനായിരുന്നു. അദ്ദേഹം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടന്ന് മുതിർന്നവരോടും ചെറുപ്പക്കാരോടും എല്ലാം യാചിച്ചു, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വരൂ, നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം. ഗ്രാമം മരണഭീതിയിലാണ്ട് വിഷമിക്കുന്ന സമയത്ത് ഗ്രാമമുഖ്യനോട് കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും അവസാനത്തെ ഒരു കൂടിച്ചേരലാണ്, ഈ കൂടിച്ചേരലിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റിയില്ല എങ്കിൽ, ആ തീരുമാനം ശരിയല്ല എങ്കിൽ ഇനി നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അനുസരിക്കുകയില്ല. ആ ദുഷ്ടജീവിയുടെ ആക്രമണത്തിന് കീഴടങ്ങി ഞങ്ങൾ മരിച്ചോളാം, ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അങ്ങനെ ഉള്ള എഗ്രിമെൻറ്റിൽ സത്യം ചെയ്ത് വീണ്ടും ഗ്രാമസഭ ചേരുകയാണ്. ഗ്രാമസഭ ചേർന്നു. ഗ്രാമമുഖ്യൻ ജ്ഞാനികളോട് സംസാരിക്കാൻ പറഞ്ഞു. ജ്ഞാനികൾ സംസാരിച്ചില്ല, എല്ലാവരും മൗനമായി തുടർന്നു. ഗ്രാമമുഖ്യൻ വിഷയം അവതരിപ്പിച്ചു, പക്ഷേ അപ്പോഴും പ്രതികരണമില്ല. എല്ലാവരും വളരെ ദേഷ്യത്തിലും സങ്കടത്തിലുമൊക്കെയായിരുന്നു. കാരണം മരണം മുമ്പിൽ വന്നു നിന്നാൽ ആരാണ് ദേഷ്യപ്പെടാത്തത്? അവസാനം ആരും മിണ്ടാതായപ്പോൾ അവിടുത്തെ ഒരു ചെറിയ കുട്ടിയായ കൃഷ്ണൻകുട്ടി അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പുഴയിലൊരു ദുഷ്ടജന്തുവുണ്ട്. ആ ദുഷ്ടജന്തുവിനെ മന്ത്രവാദം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച് നമ്മൾ കാളിയൻ സ്വാമിയെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം നമുക്ക് ഉപദ്രവമായിട്ടാണ് വന്നത്, ഒരു ഉപകാരവും ചെയ്തില്ല. രണ്ടാമത് നമ്മൾ അക്രമശാലികളും പരാക്രമികളുമായ പറയരെ കൊണ്ടുവന്നു. അവർ എന്തു ചെയ്തു? അവരും ഈ പറഞ്ഞ നദിയിലൊക്കെ പോയിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവർ നമ്മളെ മോഷ്ടിച്ച് കൊണ്ടുപോയി എന്ന് മാത്രമേ സംഭവിച്ചുള്ളൂ. അതൊക്കെ ഞങ്ങൾക്കറിയാം. കൃഷ്ണൻകുട്ടി, നീ പറയൂ, നീ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഞങ്ങൾ മനസ്സിലായി, പക്ഷേ എന്ത് ചെയ്യണമെന്ന് പറയൂ. കൃഷ്ണൻകുട്ടി പറഞ്ഞു, നിങ്ങൾ ശാന്തരാകൂ, ഞാൻ പറയാം. ബാലകനാണ് എങ്കിൽ പോലും അവൻ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറായി. കൃഷ്ണൻകുട്ടി പറഞ്ഞു, ഞാൻ പറയുന്നു, നമ്മളുടെ പ്രശ്നമാണിത്, അല്ലാതെ പറയരുടെയോ ഈ വന്ന കാളിയൻ സ്വാമിയുടെ ഒന്നും പ്രശ്നമല്ല, നമ്മുടെ സ്വന്തം പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് ഏക പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഇടപെടുക എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും കൂടി, നമ്മുടെ യുവത്വം എല്ലാവരും കൂടി ആയുധമെടുത്ത് ഇടപെട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സംഘശക്തിക്ക് നിഷ്പ്രയാസം ഈ ജീവിയെ കൊല്ലാൻ കഴിയും. അങ്ങനെ അന്ന് അവരെല്ലാവരും കൂടി ആവേശഭരിതരായിട്ട് കൃഷ്ണൻകുട്ടിയുടെ വാക്കുകളിൽ ആവേശം ഉൾക്കൊണ്ട് അവർ പോവുകയാണ്. ആ നദിയിൽ പോയി ആ ദുഷ്ടമൃഗത്തിനെ കണ്ടുപിടിച്ച് ആ ദുഷ്ടജന്തുവിനെ എല്ലാവരും ചേർന്ന് ആക്രമിച്ചു. അത് തിരിച്ചാക്രമിച്ചു. ആ യുദ്ധത്തിൻ്റെ അവസാനം എന്തു ചെയ്തു? ആ ജീവി മരണപ്പെട്ടു. അന്ന് അവർ വളരെ ആഹ്ലാദചിത്തരായി, കഷ്ടപ്പാടുകളെല്ലാം തീർന്ന് സന്തോഷഭരിതരായി ഗ്രാമത്തിലേക്ക് മടങ്ങി. ഇതൊരു കഥയാണ്. പക്ഷേ ഈ കഥയുടെ രത്നച്ചുരുക്കം ഒന്നേ ഉള്ളൂ, വളരെ നിസ്സാരം. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ ആ പ്രയാസങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കുകയല്ല, മറിച്ച് നമ്മൾ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി നമ്മൾ പ്രയത്നിച്ചാലേ ഗുണകരമായി വരൂ എന്ന ഒരു ഗുണപാഠം തരുന്നു നമുക്ക് കാളിയമർദ്ദനം എന്ന് പറയുന്ന കഥ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നോട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാനതിൻ്റെ നോട്ടും അതേപോലെ എങ്ങനെ പഠിക്കണമെന്നുള്ള ടെക്നിക്സും പറഞ്ഞു തരാം. നിങ്ങളുടെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് താല്പര്യം തോന്നിയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുക, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്കൊക്കെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. അതിൻ്റെ ഗുണം അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നതിൻ്റെ ഗുണം കൂടി ആ കുട്ടികൾക്ക് കൂടി ലഭിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാകും. എല്ലാവർക്കും ദിവ്യ ലേണിംഗ് അക്കാഡമിയുടെ വിജയാശംസകൾ.